തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. ഉടൻ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥികളുടെ പട്ടിക സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. അതിനിടെ കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ലംഘനത്തിൽ കോൺഗ്രസ് ബി.ജെ.പി. കൌൺസിലർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട CPM സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് രണ്ടാഴ്ചയായിട്ടും അധികാരം കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മേയറെ കണ്ടെത്താൻ ബി.ജെ.പി. പാടുപെടുകയായിരുന്നു. ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്തതാണ് സംസ്ഥാന നേതൃത്വത്തിന് വെല്ലുവിളിയായത്. മുൻ DGP R. ശ്രീലേഖ, VV രാജേഷ് എന്നിവരുടെ പേരുകളാണ് കേന്ദ്രത്തിന് കൈമാറിയതെന്നാണ് സൂചന. R. ശ്രീലേഖ വരുന്നതിനോട് ബി.ജെ.പിയിലെ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് മേയർ ആരായാലും അത് അംഗീകരിക്കണമെന്ന് എല്ലാ കൗൺസിലർമാരോടും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചത്. വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. ആര് പറഞ്ഞ പേരിലേക്ക് എത്തിയിട്ടില്ല? അല്ല, പറയണ്ട, നാളെ പറഞ്ഞ പോരെ. കാവിലമ്മ, ബലിദാനി, ഗുരുദേവൻ, അയ്യപ്പൻ, ആറ്റുകാലമ്മ എന്നിവരുടെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാർക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. കോൺഗ്രസ് ബി.ജെ.പി. കൗൺസിലർമാരായ 20 പേരുടെ പേര് പരാതിയിലുണ്ട്. CPM തിരുവനന്തപുരം കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കാണ് പരാതി നൽകിയത്. മീഡിയ 1 തിരുവനന്തപുരം.